ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പം നമ്മുടെ SI സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ. 321 പേരാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ്, പകുതിയിലധികം പേരും എന്ത് ചെയ്തിട്ടുണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ എന്താണ്, നമ്മൾ നന്നായിട്ട് തന്നെ PETക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. നമ്മൾ പ്രിലിംസ് എക്സാമിന്, മെയിൻസ് എക്സാമിന് എത്രമാത്രം വാല്യൂ കൊടുത്താണോ പഠിക്കുന്നത് അത്രയും ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ എന്തിനും കൊടുക്കണം, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്ത് നമുക്ക് ആ ഒരു യൂണിഫോം പോസ്റ്റായ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന യൂണിഫോം നമുക്ക് അണിയാൻ സാധിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ 321 എന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫ് എങ്ങനെയാണ് കുറഞ്ഞു വന്നിരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം അത് ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി നിങ്ങൾ ഒരു യൂണിഫോം പോസ്റ്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് പാരലായിട്ട് നിങ്ങൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ പഠിച്ചത് കൊണ്ട് നമുക്ക് ആ ജോലി ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യും, പക്ഷേങ്കിൽ ഇപ്പുറത്ത് വരുമ്പോഴേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്താവും, ഡിസ്ക്വാളിഫൈഡ് ആവും. സോ രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് യൂണിഫോം പോസ്റ്റിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റൂ, ജോലി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 30/12/2024 വന്ന നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ 510/2024, 511/2024, 512/2024. അതിൽ ഓപ്പൺ കാറ്റഗറി ആയിരുന്നു 510/2024 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാം നടന്നത്, പ്രിലിംസ് എക്സാം നടന്നത് നമുക്കറിയാം മെയ് 24 മുതൽ ജൂൺ 28 വരെയായിരുന്നു പ്രിലിംസ് എക്സാം നടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 42.4880 ആയിരുന്നു കട്ട് ഓഫ്. ഇത് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 22,338 പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്തത്. ഇനി അടുത്ത നോക്കിയാലോ, ഇനി മെയിൻസ് എക്സാം എപ്പോഴാണ്, നമ്മൾ ജൂണിൽ വരെ എന്തായിരുന്നു, പ്രിലിംസ് എക്സാം ആയിരുന്നു. മെയിൻസ് എക്സാം വരുന്നത് എപ്പോഴാണ്, ഓഗസ്റ്റ് 30-നായിരുന്നു മെയിൻസ് എക്സാം വന്നത്. അതിൽ മെയിൻ ലിസ്റ്റിൽ 329 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 207 പേരുമായിട്ട് 536 പേരടങ്ങുന്ന ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നു എന്തുണ്ടായിരുന്നത്, നമ്മുടെ മെയിൻ എക്സാമിന് വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിൻസ് എക്സാമിന് അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്രയാണ്, 57 മാർക്കായിരുന്നു മെയിൻസ് എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അതിൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഈ 536 പേരെയാണ് നമ്മൾ എന്തിലേക്ക് എടുത്തിരിക്കുന്നത്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് എടുത്തത് അല്ലേ. അതിലോ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന 329 പേരിൽ നിന്നും 206 പേര് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, PET ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. അതേപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ടായിരുന്ന 207 പേരിൽ നിന്നും 69 പേര് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ മൊത്തം 275 പേരാണ് ഓപ്പൺ കാറ്റഗറിയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു PET ക്വാളിഫൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് 511/2024. ഇത് ആർക്കൊക്കെയാണ്, ഇത് ഗ്രാജുവേറ്റ് ഏതില്, മിനിസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് മിനിസ്ട്രിയൽ സ്റ്റാഫ് ഓഫ് പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്, ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സ്, ഫിംഗർ പ്രിന്റ് സെർച്ചേഴ്സ് ഓഫ് ദ ഫിംഗർ പ്രിന്റ് ബ്യൂറോ who had completed 2 years of service in police vigilance department. അതായത് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പറഞ്ഞിരിക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മിനിമം 2 വർഷത്തിൽ കുറയാത്ത സർവീസ് ഉള്ളവർക്കാണ് ഈ ഒരു കാറ്റഗറി മുഖാന്തരം എന്ത് ചെയ്യുന്നത്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുക. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് 214 കാൻഡിഡേറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു. അതായത് ആ എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാവരെയും, ഈ ഒരു 511/2024 പ്രകാരം അറ്റൻഡ് ചെയ്ത എല്ലാ കാൻഡിഡേറ്റ്സിനെയും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു. അങ്ങനെ ആ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത എണ്ണം എന്ന് പറയുന്നത് 214 പേരാണ്. അതിനുശേഷം മെയിൻസ് നോക്കുകയാണെങ്കിലോ 36 പേരാണ് മെയിൻസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നോക്കിയേ, 214 നിന്ന് 36 പേര് മാത്രമേ മെയിൻസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. ആ 36-ൽ 8 പേര് മാത്രമേ PET അഥവാ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പം നോക്കിയ ഗ്രാഫ് ഇങ്ങനെയാണ് അല്ലേ. അതായത് പരീക്ഷ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയി. അതിനുശേഷം അതിൻ്റെ മെയിൻസ് എക്സാം വന്നപ്പോഴേക്കും എന്താ, പകുതി പോലും ഇല്ല എന്ത് ചെയ്തിരിക്കുന്നത്, മെയിൻസ് എക്സാം ക്വാളിഫൈ ചെയ്ത്. അതിൻ്റെയും പകുതി പോലും ഇല്ല എന്ത്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയാൽ 512/2024. ഇതെന്താണ്, ഗ്രാജുവേറ്റ്സ് ആയ പോലീസ് കോൺസ്റ്റബിൾസ്, ഹെഡ് കോൺസ്റ്റബിൾസ്, അതുപോലെ ഓഫീസേഴ്സ് ഓഫ് കറസ്പോണ്ട് റാങ്ക് ഇൻ പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇതിലുള്ളവർക്കാണ് എന്ത്, 512/2024 പ്രകാരം നോട്ടിഫിക്കേഷൻസ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൽ ഇവർക്ക് എന്താണ്,
ഇവർക്കും പ്രിലിംസ് എക്സാം അറ്റൻഡ് ചെയ്യണമായിരുന്നു. അവരുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 31.12 ആയിരുന്നു ഇവരുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അങ്ങനെ 1511 പേരാണ് ഇതിൽ എന്താണ് പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്തത്. ഓക്കെ, പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്തത് 1511 പേര്. അതിൽ നിന്നും മെയിൻസ് എക്സാം ക്വാളിഫൈ ചെയ്തവരോ 52 പേരാണ് മെയിൻസ് എക്സാം ക്വാളിഫൈ ചെയ്തത്. ഇപ്പൊ എത്രയാണ്? 1511 പേരുള്ളതിൽ നിന്ന് വെറും 52 പേര് മാത്രമേ മെയിൻസ് ക്വാളിഫൈ ചെയ്തുള്ളൂ. ആ മെയിൻസ് ക്വാളിഫൈ ചെയ്ത 52-ൽ നിന്ന് എന്ത് ചെയ്തു? 38 പേര് മാത്രമേ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ്. ഈ 510/2024, 511/2024, 512/2024 റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പൊ ഇനി എന്താണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്? എന്താണ് ഇനി ഇവരുടെ എന്തുണ്ടാവും? ഒന്ന്, ഇവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഉണ്ടാവും അല്ലേ? പിന്നെയോ അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇനി അടുത്ത ഘട്ടത്തിലേക്കുള്ള നിങ്ങളുടെ അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ പുറത്തായവരാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ഇനിയും പരീക്ഷകളാണ് വരുന്നത്. 2026 ഒരുപാട് ഡിഗ്രി ലെവൽ പരീക്ഷകളുണ്ട്. നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഗവൺമെൻറ് ജോബ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഡിഗ്രി ലെവലുള്ള സാലറി സ്കെയിൽ നോക്കിയാൽ എല്ലാം മികച്ച സാലറി സ്കെയിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. എന്ത് ചെയ്യുക? അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്കിപ്പം വീണ്ടും ഗവൺമെൻറ് ഒരു പുതിയ ഇത് തന്നിട്ടുണ്ട്. വയസ്സ് പണ്ടുണ്ടായിരുന്ന 35-ൽ നിന്നും അല്ലെങ്കിൽ 36 വയസ്സിൽ നിന്നും 40-ലേക്ക് മാറ്റിയില്ലേ? അപ്പൊ അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഓരോ കാറ്റഗറിക്കും ഉണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 40 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 35 വയസ്സിൽ പരീക്ഷകൾ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് അവർക്ക് 5 വർഷം കൂടി നീട്ടി കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് OBC കാറ്റഗറി ആണെങ്കിലും SC/ST ആണെങ്കിലും. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് ജോബ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാവുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി മിൻറ്റ് ഒരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് കൂടെയുണ്ട്. അപ്പോൾ മികച്ച പഠനം മിൻറ്റിനോടൊപ്പം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.